ഗൈസ് AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്യാമ്പയിന് ശേഷം ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് സ്റ്റിമാച്ച് ഔട്ട് എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്യാമ്പയിനിൽ നമ്മൾ ഏറ്റവും ഒടുവിലാണ്, അതായത് 24 രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ടൂർണമെൻറ്റിൽ നമ്മൾ 24ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ മത്സരം കൂടി അവശേഷിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. എങ്കിൽ കൂടി ഇന്ത്യ ഏതാണ്ട് 24ാം സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ള സാഹചര്യമാണുള്ളത്. 2011 ഇന്ത്യ കളിച്ചിട്ടുള്ള സമയത്തും 16ാം സ്ഥാനത്ത്, അതായത് അന്ന് 16 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അന്ന് ഏറ്റവും ഒടുവിലായിരുന്നു ഇന്ത്യ ഫിനിഷ് ചെയ്തിരുന്നത്. എന്നാൽ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കളിച്ച 2019 കളിച്ചിട്ടുള്ള AFC ഏഷ്യൻ കപ്പിൽ നമ്മൾ 24 രാജ്യങ്ങളുടെ ടൂർണമെൻറ്റിൽ 17ാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൊത്തത്തിലുള്ളൊരു കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ്, അതായത് നമ്മൾ പ്ലേ ഓഫിൽ കയറാത്ത ടീമുകളിൽ ഒരു ബെസ്റ്റ് ടീം എന്നുള്ളൊരു രീതിയിലേക്കെങ്കിലും നമുക്ക് വരാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഒരു കംപ്ലീറ്റ്ലി നിരാശാജനകമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ആയിരുന്നു ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ സ്റ്റിമാച്ച് ഔട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു സ്റ്റിമാച്ചിന് ടാക്ടിക്കലി പാളി എന്നുള്ളതൊരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പല ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ടതും, അല്ലെങ്കിൽ നമുക്ക് ഒരു ടഫ് ഗ്രൂപ്പാണ് കിട്ടിയെന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾ ഒരു പ്രകടനത്തിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യുന്നു, ഒരു അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും കിട്ടാണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും ഒരു മോശം ടീം എന്ന നിലയിൽ ഫിനിഷ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം സ്റ്റിമാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരുന്നു, അതൊരു ടാക്ടിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു പാളിച്ച കൂടി ഇതിലുണ്ട് നമുക്ക്. കാരണം ഈ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയെങ്കിലും നേടിയെടുത്തിരുന്നെങ്കിൽ, ഒരു ഗോളെങ്കിലും നേടിയെടുത്തിരുന്നെങ്കിൽ, നമ്മൾ ഉസ്ബെക്കിസ്ഥാനെതിരെ നമ്മൾ വഴങ്ങിയ ഗോളുകളുടെ എണ്ണം കുറച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ വരുന്നൊരു സമയത്ത് നമുക്കൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള നിലയിലെങ്കിലും നമുക്ക് വരായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു വിന്നിങ് ഫൈറ്റ് ലാസ്റ്റ് മാച്ചിൽ കൊടുത്തിരുന്നെങ്കിൽ, ഒരു 3ാം സ്ഥാനത്തേക്ക് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നില്ലെങ്കിൽ പോലും നമുക്കൊരു വിൻ കിട്ടിയിരുന്നെങ്കിൽ പോലും നമുക്കതൊരു ഉപകാരമായനെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സ്റ്റിമാച്ചിനെ ഔട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സ്റ്റിമാച്ചിന് പാളിയിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ സ്റ്റിമാച്ചിനെ ഔട്ടാക്കി കഴിഞ്ഞാൽ അവിടെ ചില റിസ്ക് ഫാക്ടേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം നമുക്കിനി മാർച്ചിൽ ആണ് അടുത്ത ഫിഫ ക്വാളിഫയർ മത്സരങ്ങൾ വരുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഹോം ആൻഡ് എവേ. ഇപ്പോൾ ISL ഫിക്ചർ ലേറ്റസ്റ്റ് ഒക്കെ വന്നതനുസരിച്ച് നമുക്ക് ഒരാഴ്ച പോലും ഒക്കെ ക്യാമ്പ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ, പുതിയ കോച്ചിൻ്റെ കീഴിൽ ആ ഒരു പ്ലേയേഴ്സിന് അത്രമേലൊരു ക്യാമ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും സമയമില്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് അഫ്ഗാനിസ്ഥാനെതിരെ മസ്റ്റായിട്ടും 6 പോയിൻറ്റ്സ് വേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആ 2 മാച്ചിൽ 6 പോയിൻറ്റ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് വേൾഡ് കപ്പിൻ്റെ 3rd റൗണ്ട് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പം അവിടെ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ചില പരീക്ഷണങ്ങൾ, അവിടെ ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം സ്റ്റിമാച്ചിന് മാനേജ് ചെയ്യാൻ കഴിയും, അഫ്ഗാനിസ്ഥാനൊക്കെ എതിരെയുള്ള രാജ്യങ്ങൾക്കെതിരെ ഉറപ്പായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ്. ഏതായാലും സ്റ്റിമാച്ചിൻ്റെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ നോക്കുന്നൊരു സമയത്തും ഇപ്പോൾ 3rd റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആകുന്നൊരു രീതിയിലാണുള്ളത്. അപ്പം ഇപ്പോൾ ഈ ഒരു AFC ഏഷ്യൻ കപ്പ് ടൂർണമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉള്ളിലുള്ള ഒരു സംശയമാണ്, നമ്മളിപ്പോൾ പറഞ്ഞുള്ള രാജ്യങ്ങൾക്കെതിരെ, ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനും അല്ലെങ്കിൽ ഓസ്ട്രേലിയ, സിറിയ, ഇങ്ങനെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള നമ്മളെക്കാൾ ടോപ്പ് കൺട്രീസിനെതിരെ ആയിരിക്കും ഈ ഒരു 3rd റൗണ്ടിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇദ്ദേഹത്തിന് പോലെ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു ഇതായിട്ടുള്ള കോച്ചിനെയാണോ വേണ്ടത്, അതോ ഇതിനേക്കാൾ ഒരു നിലവാരം പുലർത്തുന്ന കോച്ചിനെയാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഫോർ മീ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ 2nd റൗണ്ടിൻ്റെ ഈ ക്യാമ്പയിൻ അവസാനിച്ചതിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്താണെങ്കിലും ഒരു പുതിയ കോച്ചിലേക്കുള്ളൊരു അപ്രോച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവനിപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂണിലായിരിക്കും ഒരു ക്യാമ്പയിൻ അവസാനിക്കുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ISLലെ ചില കോച്ചസ്, അതിലേറ്റവും ഞാൻ ലോബേറയും അല്ലെങ്കിൽ മറ്റ് ചില കോച്ചസിൻ്റെ പേരുകളൊന്നും പറയില്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മനോല ആയിരിക്കും നാഷണൽ ടീമിന് നിലവിലൊരു സാഹചര്യത്തിൽ ഒരു ആപ്റ്റായിട്ടുള്ളൊരു പരിശീലനം എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ഇന്ത്യൻ പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാം, അദ്ദേഹം ടാക്ടിക്കലിയൊക്കെ ഫാർ എഹെഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പം മറ്റ് പല കോച്ചസിൻ്റെ കാര്യം എടുത്താലും അവർക്ക് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ റോളുണ്ട്. പക്ഷേ മനോലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും, അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ കൂടിയ ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് യൂട്ടിലൈസ് ചെയ്യുന്നൊരു രീതി കണ്ടിട്ടുണ്ട്. പിന്നെ മനോല ആണെങ്കിലും വേറെ ഏത് കോച്ചാണെങ്കിലും ക്ലബ് ലെവൽ വേറെ, നാഷണൽ ലെവൽ വേറെ, അതിൽ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം പറയാവുന്നതാണ്. പിന്നെ ആസ് എ ഹോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ച്, കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ലെവലിലുള്ളൊരു കോച്ച് എന്നുള്ള രീതിയിലുള്ളൊരു ചേഞ്ച് നമ്മുടെ ഒരു 3rd റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ളൊരു സാഹചര്യം വന്നാൽ വേണം എന്നുള്ളതാണ് ഫോർ മീ എൻ്റെ ഒരു ഒപ്പീനിയൻ. നിലവിലെ സാഹചര്യത്തിൽ സ്റ്റിമാച്ച് തന്നെ വെക്കുക, കാരണം ഈ അഫ്ഗാൻ മാച്ചൊക്കെ വരുന്നതിനുള്ള റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമന്റ് ബോക്സിൽ കഴിക്കുകയാണെന്ന് വെച്ചാൽ